So I do have a problem here. In a problem to vacuum. An automobile is moving at 90 kilometers per hour on a curved track of radius 200 meters and suddenly applies the brakes that causes the speed to decrease to 63 kilometers per hour at a constant rate in 6 seconds. Determine the tangential and normal components of acceleration immediately after the application of brakes and 5 seconds later. That's our question. So, this question is an illustration. The question is a figure. Right? So, we have a curved track right, of radius 200 meters. Initially, when at time t equal to 0, there is a car whose velocity was 90 kilometers per hour. Right? And then he suddenly applies his brakes, which causes the speed to reduce to 63 kilometers per hour. Determine the tangential and normal components of acceleration immediately after the application of brakes and 5 seconds later. This is wrong. So this is the example. When time t equal to 0, ഇവിടെ എന്ന് പറയുന്നത് time t equal to 0 seconds ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. T equal to 0 seconds. T equal to 0 ഇവിടെ തുടങ്ങി. ഇവിടെ ഈ കാറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി v1 is 90 kilometers per hour. Kilometers per hour. അപ്പോൾ അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണെങ്കിൽ it will comes to around 25 meters per second. ഈ ട്രാക്കിന്റെ റേഡിയസ് r is given by 200 meters. Like 200 meters. ഇങ്ങനെ പോകുന്ന ഒരു കാറിന് സഡൻലി he applies the brakes. ബ്രേക്ക് കൊടുത്തു. അപ്പോൾ ഇതിന്റെ സ്പീഡ് it reduces to, so I'll put it as v2, reduces to 63 kilometers per hour. Kilometer per hour ആയിട്ട് പെട്ടെന്ന് ചുരുങ്ങാണ്. ഇപ്പോൾ 63 kilometers per hour എന്ന് വെച്ചാൽ 17.5 meters per second. Right? ഇതാണ് കണ്ടീഷൻ. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. സ്പീഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തോടുകൂടി സ്പീഡ് പെട്ടെന്ന് 63 kilometers per hour ആയിട്ട് കുറഞ്ഞു. ഡിറ്റർമിൻ ദ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ immediately after the application of brakes. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കേസായിട്ട് ഫസ്റ്റ് സെറ്റ് ഓഫ് ആൻസേഴ്സ് റൈറ്റ് 1 ഇങ്ങനെ എഴുതാം. Immediately after the application of brakes. After application of brakes. Brake apply ചെയ്യുന്ന അപ്പം തന്നെ എന്ത് സംഭവിക്കണമെന്ന് നോക്കാം. അപ്പം നമുക്ക് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് we know the expression for tangential component of acceleration, AT. You might remember
at 80 expression നമുക്കറിയാം dv by dt ആണ്. അതുപോലെ an is normal acceleration is v squared by r അല്ലേ. അപ്പോൾ at is given by dv by dt. അപ്പോൾ ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയായിരുന്നു? -17.5 ആണ് ഫൈനൽ വെലോസിറ്റി അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? 25 ഡിവൈഡഡ് ബൈ ടൈം ഇൻ 6 seconds അല്ലേ. അപ്പോൾ യു ഗെറ്റ് ദ ആൻസർ ഫോർ ദിസ് ആസ് ദിസ് ഈസ് ഈക്വൽ ടു -1.25 1.25 meter per second square. ഇതാണ് ആദ്യത്തെ ആൻസർ. ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബ്രേക്സ് ഫോർ അപ്ലൈ. ബ്രേക്ക് അപ്ലൈ ചെയ്ത് അപ്പം തന്നെയുള്ള ഒരു ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇത്രയായിരിക്കും. അതുപോലെ നോർമൽ ആക്സലറേഷൻ അതാണല്ലോ ചോദിച്ചത് അടുത്തത്. നോർമൽ ആക്സലറേഷൻ an അത് എത്രയായിരിക്കും? ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ദ ബ്രേക്സ് v സ്ക്വയർഡ് ബൈ r എന്നാണ് അതിന്റെ ഫോർമുല. അപ്പൊ v സ്ക്വയർഡ് ബൈ r എന്ന് പറയുമ്പോൾ v എത്രയാ? ഇനീഷ്യൽ ഈ 25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് എടുക്കണം. 25 സ്ക്വയർഡ് 25 into 25 divided by r. r is 200. അപ്പോൾ നമുക്ക് we get the answer as 3.125 meter per second. ഇതാണ് ആദ്യത്തെ ആൻസർ. ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ application of the brake. ഇനി അവർ ചോദിച്ചിരുന്നത് what is the tangential and normal components of acceleration after 5 seconds later, like അതാണ് രണ്ടാമത്തെ part of the question, and 5 seconds later. So that is the second part. AT and AN 5 seconds later. AT and AN 5 seconds later. അപ്പോൾ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ATയും ANും എത്രയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ട്രാവലില് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ AT വിൽ റിമെയിൻ എ കോൺസ്റ്റന്റ്. ATക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. AT even after 5 seconds is -1.25 meter per second squared in AT. But AN will change. AN change ചെയ്യാൻ കാരണം എന്താ? V ചേഞ്ച് ചെയ്യും. Right. So V എങ്ങനെ കണ്ടുപിടിക്കണം? After 5 seconds ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. V is given by നമ്മൾ എഴുതാം V equal to U plus AT അല്ലേ, നമ്മുടെ കൺവെൻഷണൽ എക്സ്പ്രഷൻ ആണ്. നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. A -1.25 AT എടുക്കണം, റൈറ്റ്? അപ്പൊ മൈനസ് പ്ലസ് AT അല്ലേ. ഇപ്പൊ A എന്ന് പറയുന്നത് -1.25 T is 5 into 5. So we get say a different velocity. I put it as V3 as 18.75 meter per second.
അതായത് ഇറ്റ് മൂവ്സ് എ ഡിസ്റ്റൻസ് ഹിയർ, കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെ ടി ബിക്കംസ് 5 seconds നൗ. ഇവിടെ ടി ഇപ്പോൾ 5 seconds ആയി. അപ്പൊ ഈ ടൈമിലുള്ള അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇവിടെ ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇവിടുത്തെ v3 this is v3 is given by 18.75 meter per second. Okay, now an at this instant അല്ലേ, നമ്മൾ 80 കണ്ടുപിടിച്ചു. 80ക്ക് മാറ്റമൊന്നുമില്ല. ഇവിടുത്തെ 80 മീൻസ് ഇവിടെയുള്ള ടി, ഇവിടുത്തെ 80 ഇവിടുത്തെ 80 സെയിം ആണ്. ഈ എയിലാണ് മാറ്റം വരാ. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ പുതിയ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. നൗ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഇറ്റ്സ് an, നോർമൽ ആക്സലറേഷൻ an is given by is equal to v squared. ഈ കേസിലാണെങ്കിൽ v3 സ്ക്വയർഡ് ആയിരിക്കും. v3 സ്ക്വയർഡ് ബൈ r. അപ്പൊ എത്രയായിരിക്കും? 18.75 the whole squared by r. r 200 തന്നെയാണ്, 200. So is equal to, we get an as 1.758 meter per second square. അതായിരിക്കും ആഫ്റ്റർ 5 seconds കഴിഞ്ഞിട്ടുള്ള നോർമൽ ആക്സലറേഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ 1.25 meter per second square. എങ്ങനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ ആക്സലറേഷൻ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ടോട്ടൽ ആക്സലറേഷനും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. √80² പ്ലസ് an². ഇത് ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. ലാസ്റ്റ് സംബടി റിൻഡ, കേൾക്കാവോ? ഡൗട്ട് വല്ലതുണ്ടോ? ഇല്ല സർ. ക്ലിയർ ആയി? ഓക്കെ ഓക്കെ റൈറ്റ്. എനിവൺ എൽസ്? കാർത്തിക്? കാർത്തിക് ഇന്ന് ക്ലാസ്സിലുണ്ടോ? ഇല്ല അല്ലെ. മനു ടോമിയോ? മനു സാർ എന്നാണ് വിളിച്ചത്? അതെ അതെ അതെ, കാർത്തികിനെയാണ് വിളിച്ചത്. നിതിൻ കേട്ടതാ. ആ സോറി റൈറ്റ്, കാർത്തികിനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, കാർത്തിക് സംശയം വല്ലതുണ്ടോ? ഇല്ല സാർ, മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ദിസ് ഈസ് വൺ വേ ഓഫ് അപ്രോച്ചിങ് കർവിലീനിയർ ട്രാൻസ്ലേഷൻ. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ. ഇനി നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാനുള്ളത്. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്. അപ്പൊ അതിന് I've taken a very typical example. ഒരു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നു. ഒരു ഹിഞ്ച് ഉണ്ട് ഇവിടെ. യു ക്യാൻ സീ ഹിയർ. ഇവിടെ ഒരു ഹിഞ്ച്. You have a hinge at O. And then ആ ഹിഞ്ചിൽ നമുക്കൊരു റോഡ് ഉണ്ട്, OA എന്ന് പറഞ്ഞിട്ടുള്ള റോഡ് ഉണ്ട്. This rod is rotating anti-clockwise. ഇങ്ങനെ anti-clockwise ആയിട്ട് തിരിയാണ്. Let's assume that this rod is of a long length. ഒരു long rod ആണ്. Maybe you take an infinitely long rod OA. ആ റോഡിൻ്റെ ഉള്ളിൽ യു ഹാവ് എ ബോക്സ്, ഒരു സ്ലോട്ടിൽ ഒരു പോയിന്റ്, ഒരു ബോക്സ് ആണ് P. കൺസിഡർ ദിസ് ആസ് എ പോയിന്റ്. ദിസ് ഈസ് മൂവിങ് അവേ ഫ്രം O. ഇങ്ങനെ പോകും. അപ്പൊ അതാണ് നമ്മളുടെ പ്രോബ്ലം.
right? You have a hinge at O and a rod AB, which is rotating anti-clockwise. Okay, and then there is a point P which is moving along the rod from O to A. ഇങ്ങനെ ഒരു കേസ്. അപ്പോൾ റോഡ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, പി റേഡിയലി ഔട്ട്വേർഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. At any instant of time, right, the position of the point P can be divided by r theta. R എന്ന് പറയുന്നത് ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസും തീറ്റ ദ ആംഗിൾ ടേൺ. ഇങ്ങനെ ഒരു പോയിന്റിന്റെ പൊസിഷൻ പറയുന്നതിനെയാണ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് ക്ലിയർ ആയോ? I'll ask somebody, say Vidya. Not there. Okay, അടുത്ത ആളാരാണ്? അക്ഷയ്. ഓക്കെ, ഫൈൻ. അതായത് നമുക്ക് ഇവിടെ എന്റെ മൗസ് പോയിന്റർ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമുക്കൊരു ഹിഞ്ച്ഡ് സപ്പോർട്ട് ഉണ്ട് ഇവിടെ ഓയില്. അപ്പൊ അവിടെ നമുക്കൊരു റോഡ് ഒ എ, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് റോഡ് ഒ എ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റോഡിന്റെ പ്രത്യേകത, ഈ റോഡിന് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ആന്റി ക്ലോക്ക് വൈസ് വിത്ത് റെസ്പെക്ട് ടു, ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്. ഈ റോഡില് നമുക്കൊരു പോയിന്റ് പി ഉണ്ട്. ഞാനൊരു ബോക്സ് പോലെ വരച്ചിരിക്കുന്ന ഒരു പോയിന്റ് പി ഉണ്ട്. ഈ പി ഈസ് മൂവിങ് ഔട്ട്വേർഡ് ഇൻ ദ റേഡിയൽ ഡയറക്ഷൻ. ഈ ഓയിൽ നിന്ന് എയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഈ റോഡ് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് തിരിയുന്നു, പി റേഡിയലി ഔട്ട്വേർഡ് പോകുന്നു. അപ്പൊ രണ്ട് മൂവ്മെന്റ് ഉണ്ട് അല്ലെ? റോഡ് ഇങ്ങനെ തിരിയുന്നു, പി പുറത്തേക്ക് പോകും. ഇതാണ് നമ്മുടെ പ്രോബ്ലം. മനസ്സിലായോ? ക്ലിയർ ആയോ അക്ഷയ്? അപ്പോ ഏതെങ്കിലും അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ടി നമുക്ക് ഒരു പോയിന്റ് പി എവിടെ എത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കോർഡിനേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, ആറും തീറ്റയും. ആർ എന്ന് പറയുന്നത് ഓ എന്നുള്ള ഡിസ്റ്റൻസും, തീറ്റ ആംഗിൾ ടേൺഡ്. മനസ്സിലായോ? ഇപ്പോ 60 ഡിഗ്രി തിരിഞ്ഞു, അപ്പോ ആർ ഒരു പി ഒരു പൊസിഷനിൽ എത്തിണ്ടാവും, given by r 60. മേ ബി ഒരു റൗണ്ട് തിരിഞ്ഞു, രണ്ടാമത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയാ, യുവർ റോഡ് ഹാസ് ടേൺഡ് ആൻ ആംഗിൾ 420 ഡിഗ്രി. അടുത്ത സർക്കിളിലേക്ക് കടന്നു. അപ്പോൾ ഈ പി കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ന്യൂ പൊസിഷൻ മേ ബി R1 θ1 അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ നമുക്ക് ഈ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ പി can be defined by two coordinates r and theta. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ പറയാനുള്ള ഉപയോഗിക്കുന്നതിനാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ നമ്മൾ ഈ വെലോസിറ്റിയും ആക്സലറേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. റൈറ്റ്? അപ്പൊ ഞാൻ അതിന്റെ ലോങ് ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഇപ്പൊ അറ്റ് ദിസ് ഇൻസ്റ്റന്റ് ഈ പാർട്ടിക്കിൾ പി ഇവിടെയാണെന്ന് വിചാരിക്കാം, ഡിഫൈൻഡ് ബൈ ആർ ആൻഡ് തീറ്റ. അപ്പോൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ കർവ്. അതാണ് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്നത്. ഒരു കർവിന്റെ ഒരു പോയിന്റ് ആയിരിക്കും പി. ആ ഇൻസ്റ്റന്റിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ടു ദാറ്റ് കർവ് ആയിരിക്കും. So that is given by v. It is having a velocity v. ഇത് അതിന്റെ റേഡിയസ് ആണ്. ഞാൻ ഈ കുറച്ച് ഡോട്ടഡ് ലൈൻസിൽ മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റില് ആ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ പി is given by r theta. ആ ഇൻസ്റ്റന്റില് അതിന്റെ വെലോസിറ്റി is given by v.
which will be tangential to that curve. ആ ഇൻസ്റ്റന്റിൽ ആ പാർട്ടിക്കിൾ ഏത് കർവിന്റെ പാർട്ടാണോ അതിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആ വെലോസിറ്റി v. ഇതിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. വൺ റേഡിയൽ ഡയറക്ഷനിൽ, അതായത് ആ ഒ എ എന്നുള്ള ഡയറക്ഷനിൽ, അതിനാണ് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയാം. അതിനാണ് റേഡിയൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വി ആർ. വേറൊരെണ്ണം അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ദാറ്റ് ഈസ് ദ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, തീറ്റയുടെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി. So it forms a closed rectangle. അല്ലേ? നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ഇവിടെ അപ്ലിക്കബിൾ ആവണം. ഇങ്ങനെ ഇത് ഇറ്റ് ഫോംസ് എ ക്ലോസ്ഡ് പാരലോഗ്രാം. ഇങ്ങനെയായിരിക്കും. So we have velocity v and its two components, vr and v theta. ഇങ്ങനെ. അപ്പൊ അവിടെ ഈ വി ആറും വി തീറ്റയ്ക്കും രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ എഴുതാം. വി ഈസ് ഗിവൺ ബൈ ഡി ആർ ബൈ ഡി ടി ഓർ ദിസ് ഈസ് ഗിവൺ ബൈ ആർ ഡോട്ട് എന്നാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുക. ആർ ഡോട്ട്. ഇതാണ് റേഡിയൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വി ആർ. വി ആർ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ വി തീറ്റ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഉള്ള വെലോസിറ്റി, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി. ടാൻജൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. എനിവേ വി ഗെറ്റ് ഇറ്റ് ആസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. Or it is given by r into theta dot. Theta dot. And then, so that net velocity, total velocity v is given by square root of vr squared plus v theta squared. This is how you express velocity in cylindrical coordinates. So ഇതിനൊരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡെറിവേഷൻ. ഈ എക്സ്പ്രഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. റേഡിയൽ വെലോസിറ്റി അല്ലെങ്കിൽ ഒയുടെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ ബൈ ഡി ടി. വി തീറ്റ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്നത് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ആണ്, ഓർ ആർ തീറ്റ ഡോട്ട്. And total velocity is given by vr squared plus v theta squared. Right? അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആക്സലറേഷനും ഡിഫൈൻ ചെയ്യാം. റൈറ്റ്? ആക്സലറേഷൻ the same way that we expressed as velocity, നമുക്കൊരു ആക്സലറേഷൻ ഉണ്ടാവും. ആ ആക്സലറേഷനും രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ഒന്ന് along OA, റേഡിയൽ കമ്പോണന്റ്. ഒന്ന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്, ടാൻജൻഷ്യൽ എന്ന് ഉപയോഗിക്കില്ല, എ തീറ്റ എന്നുള്ള ഒരു ആക്സലറേഷൻ. നൗ ഇതിനും രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പം അതും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. എ ആർ radial component of acceleration is given by d squared r by dt squared minus r into d theta by dt the whole square. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എ ആറിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ നമുക്കത് വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ എ ആർ ഈസ് ഗിവൺ ബൈ ഡി സ്ക്വയർഡ് ആർ ബൈ ഡി ടി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ ആർ ഡബിൾ ഡോട്ട് എന്ന് എഴുതാം മൈനസ് ഡി തീറ്റ ബൈ ഡി ടിനെ തീറ്റ ഡോട്ട് എന്നാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ആർ ഇൻറ്റു തീറ്റ ഡോട്ട് ഇങ്ങനെ. So this is an expression for AR. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. റിയലി ഇൻട്രസ്റ്റഡ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഇതിനൊരു ഡെറിവേഷൻ കാണാൻ പറ്റും, ഹൗ ദേ ഡെറൈവ്ഡ് ദിസ് എക്സ്പ്രഷൻ.
അതുപോലെ തന്നെ you can have another expression for a theta. A theta is given by r into d squared theta by dt squared plus 2 into dr by dt into d theta by dt. This is expressed as r into d squared theta by dt square you express as d theta double dot plus 2 into dr by dt in r dot theta d theta by dt. So this is a theta. So again you should by heart this expression, and then finally a is given by square root of ar squared plus a theta squared. That is the expression for total acceleration A. ഇതില് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതുള്ളൂ, ആൻഡ് ദെൻ സ്റ്റഡി ദീസ് എക്സ്പ്രഷൻസ് ബൈ ഹാർട്ട്. അതിന്റെ ഡെറിവേഷൻ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ എക്സ്പ്രഷൻസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഐ ഡു ഹാവ് എ പ്രോബ്ലം വിത്ത് മീ. ഞാൻ അതൊരു പ്രോബ്ലം എടുക്കാം. A particle moves along a spiral as shown in the figure. The motion of the particle is defined by the relation r equal to 10t and theta equal to 2 pi t, where r is expressed in centimeters and theta in radians and t in seconds. Determine the velocity and acceleration of the particle t equal to 0.3 seconds. t 0.3 seconds ആവുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയും ആക്സലറേഷനും കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിനെ ഇങ്ങനെ കാണിക്കാം. എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ടു ഗിവ് യു എൻ ഐഡിയ, മേ ബി ആ എക്സും വൈയും കളയാം. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലല്ലോ പറയുന്നത്. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇത് രണ്ടും ഞാൻ കളയാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം O ആൻഡ് ഇറ്റ് ഹാവ് ആ ഗ്രീൻ കളറിൽ കാണുന്നതാണ് അതിന്റെ ഒരു ട്രാജക്ടറി. At this instant of time, its radius is r and theta t. അപ്പൊ ഏതെങ്കിലും ഒരു ടൈമില് ആറും തീറ്റയുടെ എക്സ്പ്രഷൻസ് ആണ് ഈ കൊടുക്കുന്നത്. r ഈക്വൽ ടു 10t ആൻഡ് തീറ്റ ഈക്വൽ ടു 2 pi t. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. r ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, തീറ്റയും വേരി ചെയ്തുകൊണ്ടിരിക്കും വിത്ത് റെസ്പെക്ട് ടു t. You are asked to determine the velocity and acceleration of the particle when t equal to 3 seconds, right? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് we already found expressions for acceleration and also for velocity. അപ്പോൾ ഈ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻസും അതുപോലെ ഈ ആക്സലറേഷൻ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഈ ഫിഗറും നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഫിഗർ എക്സാമിനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. So let's start with the first. Let's try to find velocity. Velocity v when t equal to 0.3. ഇത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. Velocity v when t equal to 0.3 seconds.
നമുക്കറിയാം വിയുടെ എക്സ്പ്രഷൻസ് നമുക്കറിയാം. വി ആർ ഈസ് ഗിവൺ ബൈ ആർ ഡോട്ട് അല്ലേ. ആർ ഡോട്ട് എന്നാണ് നമ്മൾ അറിയാം. അല്ലെങ്കിൽ ആർ ഡോട്ട് എന്ന് വെച്ചാൽ എന്താ, ഡി ആർ ബൈ ഡി ടി. ആർ ഈക്വൽ ടു 10t അല്ലേ. അപ്പൊ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വി ഗെറ്റ് ദിസ് ആൻസർ ആസ് ഡി ബൈ ഡി ടി ഓഫ് 10t. So, or we get it as 10 meter per second. നമ്മുടെ കേസിൽ സെന്റിമീറ്റർ ആണ് അല്ലേ. ആർ ഇസ് ഇൻ സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. സോ ഗെറ്റ് ഇറ്റ് അറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ്. വി ഓൾസോ നോ വി തീറ്റ. വി തീറ്റയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. വി തീറ്റ ഈസ് ആർ തീറ്റ ഡോട്ട് അല്ലേ, ആർ തീറ്റ ഡോട്ട് ഓർ r theta dot, or it is given by r into d theta by dt, right? Or you get it as r into d theta by dt. Theta 2 pi t ആണല്ലേ, into 2 pi എന്ന് വരും, into 2 pi, right? അപ്പോൾ ആർ ഇസ് 10t അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ അതും കൂടി ഇപ്പൊ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിന്റെ സ്ഥലത്ത് 10t അല്ലേ, ആർ ഈക്വൽ ടു 10t. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ 2 pi എന്ന് പറയും, ഇൻറ്റു 2 pi. സോ യു ഹാവ് 10 ഇൻറ്റു 0.3 ഇൻറ്റു 2 into 3.1, right? So we get the answer as how much? I got the answer as 18.85 centimeter per second. 18.85 centimeters per second. Yes, no. Right. And then you can find V. Once you find VR and V theta, you can find V equal to square root of VR squared plus V theta squared. Right? You know VR and V theta. So substitute here, you get the answer for V as 21.34 centimeter per second. We find velocity. In a similar fashion, you can find acceleration. അടുത്തൊരു പേജിലായിട്ട് എഴുതാം. So this particular one is I just want to check again. Okay. Okay. We need to find acceleration after 10 seconds. That is the second part of the question. The second part is acceleration. I put it as 2. You need to find acceleration A when t equal to 0.3 seconds. നമുക്ക് ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻസ് നമുക്ക് ഓർമ്മ വേണം. You know that AR is given by R double dot minus R theta dot the whole square. ഈ എക്സ്പ്രഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് d squared R by dt squared minus R into
d theta by dt the whole square. അപ്പോൾ r എന്ന് പറയുന്നത് 10t ആണ്. രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 0 മൈനസ് r ഈസ് 10t 10 into t d theta by dt എന്ന് പറഞ്ഞാൽ 2π ആണ് into 2π the whole square. Substitute for t as 0.3 and then you'll get the answer for AR. AR equal to minus 180.4 centimeter per second square. Similarly, you can find A theta. A theta expression നിങ്ങൾക്ക് by heart അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് r theta double dot plus 2 into r dot theta dot ഇതാണ് expression for A theta. So that means r into d squared theta by dt squared plus 2 into dr by dt into d theta by dt. Right? അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ d squared theta by dt squared. അപ്പോൾ തീറ്റയുടെ എക്സ്പ്രഷൻ 2πt ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2π ആവും. രണ്ടാമത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 0. സോ ഈ d squared theta by dt squared is 0. So this term is 0 plus 2 into dr by dt is 10. D theta by dt is 2π. ഇത് 2π ആണ്. അപ്പോൾ 40π എന്ന് കിട്ടും, which will come around 125.7 centimeter per second squared. And then you can find A. A is given by square root of AR squared plus A theta squared. AR squared plus A theta squared. So the answer I got it as 172.65. .65 centimeter per second square. So that is how you will find acceleration. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. What about you, Bettina? Yes, sir. ക്ലിയർ ആണല്ലോ അല്ലേ? Yes. ഇതില് ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ഈ എക്സ്പ്രഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫിഗർ. അതുപോലെ ഈ എക്സ്പ്രഷനും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. വൺസ് യു ഗെറ്റ് ദിസ്, പിന്നെ നമ്മൾ എക്സാമിന് ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമുക്ക് എക്സാമിന് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഞാൻ ഇതിന്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണ്ടല്ലോ, അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാം, അതുപോലെ ഈ നോട്ട്സും പോസ്റ്റ് ചെയ്യാം. യു ഷുഡ് സ്പെൻഡ് സം ടൈം ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് കോപ്പി ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, വിച്ച് ഇസ് കോൾഡ് മൊമെന്റ് ഓഫ് മൊമെന്റം. മൊമെന്റ് ഓഫ് മൊമെന്റം സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ എച്ച് എന്ന ഒരു ടേമാണ്. ക്യാപിറ്റൽ എച്ച്, ക്യാപിറ്റൽ എച്ച്, മൊമെന്റ് ഓഫ് മൊമെന്റം. അപ്പൊ നമ്മള് സോ യു ഹാവ് എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം and then a particle P which is moving along a curved track in a poem. This particle is having a mass m. At this particular instant, it's having a velocity v velocity. So what will be the momentum of this particle?
മൊമെൻറ്റം കളർ ഉപയോഗിക്കാം. നമ്മൾ ഓൾറെഡി മൊമെൻറ്റം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ മൊമെൻറ്റം എന്തായിരിക്കും? ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഹാവിങ് എ വെലോസിറ്റി v. So what will be the momentum? Momentum of the particle. So the momentum of the particle is given by mass into velocity, അല്ലേ? mv. അത് മൊമെന്റം, നമ്മുടെ സിമ്പിൾ മൊമെന്റം. ഇനി മൊമെന്റം വിൽ ബി എ വെക്ടർ. മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, അല്ലേ? Now you take moment of this momentum. അപ്പൊ മൊമെന്റ് എടുക്കുമ്പോൾ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു സം പോയിന്റ് ആണ്, അല്ലെ? അപ്പൊ നമ്മള് ഈ ഒരു മൊമെന്റത്തിന് ഒരു മൊമെന്റ് എടുക്കാണ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് O. നമ്മൾ ഇങ്ങനെ പറയാം, മൊമെന്റ് ഓഫ് ഈ മൊമെന്റം, നമ്മൾ നേരത്തെ എടുത്ത മൊമെന്റം with respect to O. Moment of this momentum with respect to O. So that is given by capital letter H with a subscript O. ഇതിനെയാണ് moment of momentum എന്ന് പറയുന്നത്. So നമ്മൾ എന്ത് ചെയ്യണം? I'll just do it. ഇങ്ങനൊരു കേർലി ബ്രാക്കറ്റിൽ ഇടാം. Moment of momentum h0. Okay, so moment of momentum h0 is given by, ഇപ്പൊ മൊമെന്റ് ഒരു വെക്ടർ ആണ് along the direction of v. അപ്പൊ നമ്മൾ ആ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. എനിക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ ലൈനാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ, ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെന്റം, അല്ലെ? അപ്പോ so the momentum will be acting along this vector, അല്ലെ? ഇപ്പൊ മൊമെന്റം എന്ന് പറയുന്നതും ഒരു വെക്ടർ ആണ് along v. ഇങ്ങനെ തന്നെയായിരിക്കും mv ആക്ട് ചെയ്യുക. ഇങ്ങനെ എഴുതാം. mv will be a vector along this direction. മൊമെന്റ് ഇങ്ങനെ ഒരു വെക്ടർ ആയിരിക്കും. ആ മൊമെന്റിന്റെ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു O ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വെക്ടറിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എടുത്തു, എന്നിട്ട് ഓയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരക്കണം. ഇങ്ങനെ right? So this point, let this point be D. ഇത് D ആണെങ്കിൽ moment of momentum with respect to O is given by mv into OD. ഇതിനെയാണ് നമ്മൾ ആംഗുലർ മൊമെന്റം എന്ന് വിളിക്കുന്നത്. ഈ മൊമെന്റത്തിന്റെ മൊമെന്റ് എടുക്കാണ് വിത്ത് റെസ്പെക്ട് ടു O. So this term is called angular momentum. ഇതിനെയാണ് നമ്മൾ ആംഗുലർ മൊമെന്റം എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ആംഗുലർ മൊമെന്റം in curvilinear translation HO is given by mv into OD. അപ്പൊ നമുക്കറിയാം ഈ വിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ വേണമെങ്കിൽ, റൈറ്റ്? ഞാനൊന്ന് വിനെ ഒന്ന് റിസോൾവ് ചെയ്യാം. ഇപ്പൊ വി ഇവിടെ ആക്ട് ചെയ്യണമെങ്കിൽ വിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഒരു കമ്പോണന്റ് ഇങ്ങനെ, ഒരു കമ്പോണന്റ് പെർപെൻഡിക്കുലർ ആയിട്ട് y ഡയറക്ഷനിൽ ഇങ്ങനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് നമുക്ക് വിനെ റിസോൾവ് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അപ്പൊ ഇവിടെ നമുക്ക് Vx എന്ന് കിട്ടും, ഇവിടെ നമുക്ക് Vy എന്ന് കിട്ടും. അപ്പോ
ആ ഡയറക്ഷനിൽ അതിൻ്റെ മൊമെന്റും ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെയും രണ്ട് കമ്പോണൻസ് ഓഫ് ദിസ് എം വി ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എം വി എക്സ് എന്ന് എഴുതാം. അതും ഈ ഡയറക്ഷനിലായിരിക്കും. എം വി എക്സ് എന്നുള്ളൊരു മൊമെന്റ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ മുകളിലേക്കും ഒരു എം വി വൈ ഉണ്ടാവും അല്ലേ? ഞാൻ ഇവിടെ എഴുതാം. എം വി വൈ ഈ ഡയറക്ഷനിൽ ഒരു എം വി വൈ എന്നുള്ളൊരു വെക്ടർ ഉണ്ടാവും. സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ പി, അതിന്റെ കോർഡിനേറ്റ്സ് നോക്കുകയാണെങ്കിൽ ലെറ്റ് ദാറ്റ് ബി എക്സ് ആൻഡ് വൈ. ഈ ഡിസ്റ്റൻസ് വൈയും അതുപോലെ ഈ ഡിസ്റ്റൻസ് എക്സുമാണെന്ന് വിചാരിക്കുക. എക്സും വൈയും ആണെന്ന് വിചാരിക്കുക. Suppose this distance is x and this distance is y. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെരിഗ്നോൺസ് തിയറം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. We can apply വെരിഗ്നോൺസ് തിയറം. എന്താ വെരിഗ്നോൺസ് തിയറം പറയുന്നത്? മൊമെന്റ് ഡ്യൂ ടു സം ഫോഴ്സ് F is equal to moment due to the components. അപ്പോൾ എം വി ഉണ്ടാക്കുന്ന മൊമെന്റ്, എം വി ഒരു വെക്ടർ ആണെങ്കിൽ എം വി ഉണ്ടാക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് that will be equal to the algebraic sum of the moment due to the components. അപ്പൊ എം വിയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് എം വി എക്സും എം വി വൈ ആണ്. നമുക്ക് കമ്പോണൻസിന്റെ ടേമിൽ വേണമെങ്കിൽ നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ദിസ് ടേം ആസ്, ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ആംഗുലർ മൊമെന്റം ഇൻ ടേംസ് ഓഫ് കമ്പോണൻസ് എക്സ് ഇൻറ്റു എം വി വൈ. അതായത് ഈ കമ്പോണന്റ് എം വി വൈ എന്ന് പറഞ്ഞ ഈ കമ്പോണന്റ് ഉണ്ടാക്കുന്ന മൊമെന്റ് അത് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. അതുകൊണ്ട് എക്സ് എം വി വൈ പ്ലസ് മൊമെന്റ് ഡ്യൂ ടു എം വി എക്സ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് മൈനസ് ആയി, മൈനസ് വൈ ഇൻറ്റു എം വി എക്സ്. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു തിയറി ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഇവിടെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇത് ഞാൻ ശരിച്ചെഴുതാം. ഇപ്പൊ വി വൈയുടെ ഡയറക്ഷനിലായിരിക്കുമല്ലോ. സോ ദാറ്റ് it should be I'll try to write here എം ഇങ്ങനെയായിരിക്കും എം വി വൈ ആക്ട് ചെയ്യാൻ. അപ്പൊ ആ എം വി വൈയുടെ വെക്ടർ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. ഇങ്ങനെ ഒരു വെക്ടർ ആയിരിക്കും എം വി വൈ. ഓക്കെ, ഒരു വി എക്സ് ഇങ്ങനെയും വി വൈ മുകളിലേക്കും. അപ്പൊ അതിന്റെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. And this idea of writing like this is called moment of momentum അല്ലെങ്കിൽ angular momentum എന്ന് പറയുന്നത്. Now I'll just stop here. Moment of momentum നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഒരു ചെറിയൊരു ടോപ്പിക് കൂടിയാണ് എടുക്കാണ്ടായിരുന്നത്. But anyway, I'll just stop my class here.